മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂൾ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം സബ് ജില്ലയിലെ LP, UP, HS, HSS വിഭാഗങ്ങൾക്കായുള്ള സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് 2 സെഷനുകളിലായാണ് പരിശീലനം നൽകിയത്. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ കീഴിൽ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പേരിൽ വിദ്യാലയങ്ങളിൽ ഇക്കോ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദേശീയ ഹരിതസേനയുടെ കീഴിൽ ഈ ക്ലബ് അംഗങ്ങൾക്കായി നേച്ചർ ക്യാമ്പുകൾ, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള വർക്ക്ഷോപ്പുകൾ, തീമാറ്റിക് ക്യാമ്പയിനുകൾ, പരിസ്ഥിതി പഠന പ്രോജക്റ്റുകൾ തുടങ്ങി വിവിധ പരിപാടികൾ ജില്ലാതലത്തിലും സബ് ജില്ലാ തലങ്ങളിലുമായി നൽകി വരുന്നു. ഇതിന്റെ ഭാഗമായാണ് മുളിഞ്ച ഗവൺമെന്റ് LP സ്കൂളിൽ മഞ്ചേശ്വരം സബ് ജില്ലയിലെ LP, UP, HS, HSS വിഭാഗങ്ങൾക്കായുള്ള സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് 2 സെഷനുകളിലായി നടന്നത്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ റഹ്മാൻ നിർവഹിച്ചു. കേരളത്തിലെ 1200 ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ 2023 ഏറ്റവും മികച്ച BMCക്കുള്ള അവാർഡ് നേടിയ കാസർഗോഡ് ജില്ലാ BMC കൺവീനറും ദേശീയ ഹരിതസേനയുടെ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്ററും റിട്ടയർഡ് ബോട്ടണി അധ്യാപികയുമായ സുസ്മിത TM സ്വാഗതം പറഞ്ഞു. സ്കൂൾ പ്രധാന അധ്യാപിക ചിത്രാവതി ചിഗുരുപാതെ അധ്യക്ഷത വഹിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ നസിയ അസീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. GHSS മംഗൽപാടിയിലെ അധ്യാപകൻ ദിനേശ് നന്ദി പറഞ്ഞു. കുട്ടികളിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ആദ്യ സെഷൻ റിട്ടയർഡ് രസതന്ത്ര അധ്യാപികയും ദീർഘകാലം സംസ്ഥാനതല രസതന്ത്ര റിസോഴ്സ് മെമ്പർ, സബ് ജില്ലാ സയൻസ് ക്ലബ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും ചെയ്ത മാധുരി KN കൈകാര്യം ചെയ്തു. തുടർന്ന് പടന്നക്കാട് കാർഷിക കോളേജിൽ ലേബർ തസ്തികയിൽ നിന്നും വിരമിച്ച അശോകൻ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്നിവയിൽ കുട്ടികൾക്ക് പ്രാവർത്തിക പരിചയം നൽകി. കൂളൂർ GLP സ്കൂളിലെ പ്രധാന അധ്യാപിക മാലതി, GHSS പൈവളികെ നഗർ സ്കൂളിലെ അധ്യാപകൻ സഞ്ജീവയും ക്ലാസുകളുടെ കന്നഡ പരിഭാഷ നൽകിക്കൊണ്ട് RPമാരെ സഹായിച്ചു. പങ്കാളിത്തം കൊണ്ടും പഠനാനുഭവങ്ങൾ കൊണ്ടും പരിപാടി മികവാർന്നതായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.